ബഹുമാനപ്പെട്ട വികാരിയച്ച സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, മാർച്ച് 8 ലോക വനിതാ ദിനം. ദേശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം കൂടി. സ്ത്രീ ശപിക്കപ്പെട്ട ജന്മം എന്ന് കരുതിയിരുന്ന ഒരു കാലത്തു നിന്നും സമൂഹം ഇന്ന് വളരെയേറെ മുന്നേറിയിരിക്കുന്നു. സ്ത്രീ അവളുടെ സ്വന്തം അനുഭവത്തിലൂടെയും സമൂഹം ഏൽപ്പിച്ച മുറിപ്പാടിലൂടെയും തൊട്ടയലത്തെ സഹോദരിയുടെ യാതനയിലൂടെയും ഇന്ന് ഏറെ പാഠം പഠിച്ചിരിക്കുന്നു. സമൂഹത്തിൽ അർഹിക്കുന്ന സ്ഥാനം ലഭ്യമാക്കാനുള്ള പോരാട്ടത്തിലാണ് അവൾ ഇന്ന്. ഇന്ത്യയിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നേരെ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളിൽ ലോകം നടുങ്ങി വിറങ്ങിച്ചു നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു വനിതാ ദിനം കൂടി കടന്നു വരുന്നത്. കേരളത്തിന്റെ സാമൂഹ്യ വികസനത്തിന്റെ മുഖ്യ കാരണം ഉയർന്ന സ്ത്രീ സാക്ഷരതയാണ്. എങ്കിലും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നിരവധി ചൂഷണങ്ങൾക്ക് ഇന്നും അവൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും തയ്യാറാകുന്ന മനുഷ്യ സമൂഹം നമുക്കിടയിൽ ഉണ്ടാവണം. ഒരു സ്ത്രീ ആയത് ഞാനിന്ന് അഭിമാനിക്കുന്നു എന്ന് ഓരോ സ്ത്രീക്കും പറയാനാവും വരെ പോരാടുക തന്നെ വേണം. ധീരവനിതകളായ ഇന്ദിരാഗാന്ധി, മലാല യൂസഫാലി, ബേനസീർ ഭൂട്ടോ എന്നിവരുടെ മാതൃക നമുക്ക് പിന്തുടരാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ദൈവഹിതത്തിന് യേസ് പറയുന്നവളും ക്ഷമയുള്ളവളും റൂത്തിനെ പോലെ വിശ്വസ്തതയുള്ളവളും സ്വന്തം മക്കളെ രക്തസാക്ഷികളാകാൻ വിട്ടുകൊടുത്ത മത്തശ്മോനിയെയും മാതൃകയാക്കി പ്രാർത്ഥന എന്ന പുണ്യം സ്വന്തമാക്കി നമുക്ക് മുന്നേറാം. എല്ലാ അമ്മമാർക്കും ലോക വനിതാ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു.